ഇപ്പൊ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി ഉണ്ട്. ഫോൺ എടുക്കുക, ഫോൺ എടുത്തിട്ട് ലൈൻ വന്ന ഫോണിന്റെ അടിയിൽ ഇങ്ങനെ ചൂടാക്കും. അപ്പൊ ഒരു ലൈൻ അങ്ങോട്ട് പോകും. ലൈൻ വരാനുള്ള കാരണം ആ കണക്ഷൻ പോയത്. ആ കണക്ഷൻ അവർ വീണ്ടും അവിടെ തൊട്ടപ്പുറത്തെ കണക്ഷൻ ഇങ്ങോട്ട് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ, ചൈനയിൽ നിന്നുള്ള ഒരു മെഷീൻ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്നതൊക്കെ ഓക്കെ, നിങ്ങൾ അത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യമില്ല. നിങ്ങൾ ഒരു ലൈൻ മാറ്റി അടുത്ത മാസം തൊട്ടപ്പുറത്ത് വീണ്ടും ലൈൻ വരും. ഒരു ലൈൻ മായ്ക്കാനായിട്ട് 3000 രൂപ വാങ്ങുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ഒരു ലൈനിന് 3000, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഓരോ ലൈനിന് വെച്ച് 500 വാങ്ങുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പൈസ വെറുതെ പോവാണ്. വീണ്ടും ലൈന് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പൈസ നിങ്ങൾ വെറുതെ കളയരുത്. അതൊരു വലിയ മണ്ടത്തരാണ്. പറ്റുന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി കിട്ടാൻ ഉള്ള വഴി എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് നല്ല ഡിസ്പ്ലേ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങുക. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള OG അല്ലാത്ത ഏതെങ്കിലും വില കുറഞ്ഞ ഡിസ്പ്ലേ വാങ്ങിയിടുക. അല്ലാതെ ഈ ലൈൻ മാറ്റുന്ന പരിപാടി ചെയ്യരുത്. അങ്ങനെ മാറ്റിയിട്ട് പല ആളുകളും ഫോൺ വിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു ചതിയാണ്. രണ്ടാമത് അത് എടുക്കുന്ന വ്യക്തി ഉപയോഗിച്ച് ഒരു മാസം ഉപയോഗിക്കുമ്പോഴേക്കും ലൈൻ വരാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ലൈൻ വന്ന ഫോണുകൾ നിങ്ങൾ പൈസ കൊടുത്ത് മാറ്റണ്ട. ആ പൈസ വെറുതെ കളയരുത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ വാങ്ങിയിടുക. അല്ലെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള OG അല്ലാത്തൊരു ഡിസ്പ്ലേ വാങ്ങിയിടുക. ഈ വെറുതെ ലൈൻ വായിക്കുന്ന വീഡിയോ കണ്ടിട്ട് വെറുതെ കാശ് കളയരുത്.